നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ വൈറസ് കൂടുതൽ വ്യാപനത്തിലേക്ക് നീങ്ങുമ്പോൾ കടുത്ത പ്രതിസന്ധിയാണ് ഉരുവായിരിക്കുന്നത്. ഇതിൽ ഏറെ പെട്ടുപോയത് നമ്മുടെ പ്രവാസികളും കൂടിയാണ്. എന്നാൽ കുവൈറ്റിൽ COVID-19 വൈറസ് ബാധ പിടിമുറുക്കുകയാണെന്ന വാർത്തയും പുറത്തേക്ക് വരികയാണ്. ഓരോ ദിവസവും വൈറസ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. പുതുതായി 215 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതിൽ 85 ഇന്ത്യക്കാരാണ് ഉള്ളത്. ഒരാൾ കൂടി മരിച്ചതോടെ കുവൈറ്റിൽ കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 15ആയി ഉയർന്നിരിക്കുകയാണ്. കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ COVID-19 സ്ഥിരീകരിച്ച ദിവസമായിരുന്നു വെള്ളിയാഴ്ച. 215 പേർക്കാണ് വൈറസ് ബാധിച്ചത്. ഇതോടെ രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണം 2614 ഉയർന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 85 പേർ ഇന്ത്യക്കാർ കൂടിയാണ്. രാജ്യത്ത് കോവിഡ് ബാധിതരായ ആകെ ഇന്ത്യക്കാരുടെ എണ്ണം 1395 എന്ന ഞെട്ടിക്കുന്ന വാർത്തയും. അങ്ങനെ രാജ്യത്ത് കോവിഡ് ബാധിതരായ ആകെ ഇന്ത്യക്കാരുടെ എണ്ണം 1395 ആയിരിക്കുകയാണ്. പുതിയ രോഗികളിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 198 പേർക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചവരുമായുള്ള സമ്പർക്കത്തെ തുടർന്നാണ് വൈറസ് ബാധിച്ചിരിക്കുന്നത്. വിവിധ രാജ്യക്കാരെ 10 പേർക്ക് രോഗം ബാധിച്ചത് എങ്ങനെയെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ബ്രിട്ടനിൽ നിന്ന് മടങ്ങിയെത്തിയ 7 കുവൈറ്റികൾക്കും ഇന്ന് പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. വെള്ളിയാഴ്ച ഒരു മരണം കൂടി സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണസംഖ്യ 15ആയി ഉയർന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന 55 വയസ്സുള്ള ബംഗ്ലാദേശ് പൗരനാണ് മരിച്ചത്. ചികിത്സയിലുണ്ടായിരുന്നവരിൽ 115 പേർ കൂടി രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ അസുഖം ഭേദമായവരുടെ എണ്ണം 613ആയി ഉയർന്നു. നിലവിൽ 1986 പേരാണ് ചികിത്സയിൽ ഉള്ളത്. ഇതിൽ 60 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കഴിഞ്ഞുപോരുന്നത്. 27 പേരുടെ നില ഗുരുതരമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതോടൊപ്പം തന്നെ കോവിഡ് പശ്ചാത്തലത്തിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ വിയോജിപ്പുകൾ മറന്ന് ലോകം ഒന്നിക്കണമെന്ന് ഖത്തർ അമീർ വെളിപ്പെടുത്തുകയുണ്ടായി. വാക്സിൻ ഉൽപാദനത്തിലും മരുന്ന് നിർമ്മാണത്തിലും മത്സരിക്കാതെ പരസ്പരം സഹകരിക്കണം. വരാനിരിക്കുന്ന നാളുകൾ പ്രയാസമേറിയതാകുമെന്നും നിലവിലുള്ള നിയന്ത്രണങ്ങൾ മതിയാകില്ലെന്നും അമീർ കൂട്ടിച്ചേർത്തു. രോഗനിവാരണത്തിനായി രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം അത്യാവശ്യമാണ്. വൈറസ് ബാധയെ പിടിച്ചുകെട്ടാൻ ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ മാത്രം മതിയാവില്ല. വ്യാപകമായ മെഡിക്കൽ പരിശോധനകൾ അനിവാര്യമായിരിക്കുന്നു. അവരുടെ സമ്പർക്ക വലയത്തിലുള്ളവരുടെയും പരിശോധന നിർബന്ധമാക്കിയിരിക്കുകയാണ്. ആരുമായും സമ്പർക്കമില്ലാതെ രോഗം ബാധിച്ചവരെ കണ്ടെത്തുകയെന്നത് ഇതിനിടയിൽ പ്രയാസം സൃഷ്ടിക്കുന്നു. ആദ്യ ദിനം മുതൽ തന്നെ തീർത്തും സുതാര്യതയിലാണ് രാജ്യം മുന്നോട്ട് നീങ്ങുന്നത്. രോഗം തടയുന്നതിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതോടൊപ്പം സത്യം മറച്ചു പിടിക്കുന്നത് ജനങ്ങളെ വലിയ അപകടത്തിലാക്കുകയും ചെയ്യും. പ്രതിരോധ മേഖലയിൽ പുതിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിന് പുതിയ ഫാക്ടറികൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അടിയന്തര സാഹചര്യം നേരിടാൻ മെഡിക്കൽ വിദഗ്ധരെയും സംവിധാനങ്ങളെയും നാം സജ്ജീകരിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് രോഗികളെ ചികിത്സിക്കാൻ കഴിയുന്ന ഫീൽഡ് ആശുപത്രികൾ സജ്ജമാണ്. എന്നാൽ അത് ഉപയോഗിക്കാൻ ഇടവരില്ല എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും. COVID-19 തുടർന്നുണ്ടായ സാമ്പത്തിക വെല്ലുവിളികളും പ്രതിസന്ധികളും മറികടക്കാൻ ആവശ്യമായ സാമ്പത്തിക ഫണ്ട് നീക്കിവച്ചിട്ടുമുണ്ട്. ആയതിനാൽ തന്നെ പ്രതിസന്ധി നിറഞ്ഞ ഈ ഘട്ടവും തരണം ചെയ്യാൻ രാജ്യത്തിനാകുമെന്നും അമീർ വ്യക്തമാക്കി. ഇത്തരത്തിൽ ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളിലും ഉരുവായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ ഓരോ തരത്തിലും നേരിടാനാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഒന്നായി ഇപ്പോൾ ആലോചിച്ചു വരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.